ഗാജർ കൊണ്ട് ഹൽവ ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യമേ 1.5 കിലോ ഗാജർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് स्लाइस आकिट एडुकाम. आज में गाजर से हलवा बनाते. इसके लिए 1.5 किलो गाजर लिया. इसके अभी छोटा छोटा करने के बाद बनाने के लिए चालू करेगा. गाजर നന്നായിട്ട് സ്ലൈസ് ആക്കി എടുത്തു. ഇനി നമുക്കത് അടുത്ത പരിപാടി നോക്കാം. घी डालते. घी ചേർത്തു. അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് മുന്തിരിങ്ങയും കപ്പലണ്ടി പരിപ്പും ആദ്യം ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. घी गर्म होने के बाद कैश्यू डालते इसमें और रोस्ट करके रखने का. और थोड़ा भी घी डालते. കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. അത് കഴിഞ്ഞത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഗാജർ ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ലിറ്റർ പാല് ഇതിനകത്തേക്ക് ചേർക്കണം. 1 ലിറ്റർ दूध देते. ചീനി आधा कप डालते. 1/2 കപ്പ് പഞ്ചസാര ഇടുകയാണ്. പിന്നെ മധുരത്തിന് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി നല്ലപോലെ ഇളക്കി ഇതിനകത്ത് അത് വേണ്ട ആവശ്യം പോലെ ചേർക്കണം. ഇനി ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ അത് വെന്ത് വെള്ളം പറ്റി വരണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടിന്യൂസ്. ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറേശ്ശെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഹൽവ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വെള്ളം കുറച്ചും കൂടെ പറ്റി നല്ലതുപോലെ വെന്ത് വരട്ടെ കേട്ടോ. ജീരകത്തിൻ്റെ ഏലക്കായൻ്റെയും കൂടെ പൊടിയാക്കുകയാണ്. ജീര और इलायची का पाउडर डालते हैं.
വറുത്ത് മാറ്റി വെച്ചേർന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കുകയാണ്. കാജു ഓർ കിസ്മിസ് ഡാൽത്തെ इसमें. हलवा तैयार हो गया. अभी स्टव बंद करते. ഹൽവ റെഡിയായി. ഇനി ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം.